ഈ ഒരു ഡിസംബർ മാസത്തിൽ ഒരുപാട് പേർക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് പേർക്ക് മാത്രം ഇതുവരെയും പെൻഷൻ കിട്ടാത്തവരുണ്ട്. അവർക്ക് ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഈ ഒരു എമൗണ്ട് എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വീടുകളിൽ പെൻഷൻ കൈപ്പറ്റുന്ന കുറേ പേരുണ്ട്. അവർക്ക് സഹകരണ ജീവനക്കാർ മുഖാന്തരം അവർക്കും ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ തന്നെ പെൻഷൻ തുക കിട്ടുന്നതാണ്. അതായത് ഈ ഒരു മാസം നിങ്ങൾക്ക് ഈ ഒരു നവംബർ മാസം നിങ്ങൾക്ക് 3600 രൂപയാണ് പെൻഷൻ എമൗണ്ടായിട്ട് കിട്ടുന്നത്. അതായത് ഇപ്പോൾ പെൻഷൻ നമ്മുടെ എമൗണ്ട് 1600 രൂപയിൽ നിന്ന് 400 രൂപ വർദ്ധിപ്പിച്ച് ഇപ്പോൾ 2000 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു 2000 രൂപ നമുക്ക് നവംബർ മാസം തൊട്ടാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്, ഈ ഒരു വർദ്ധിപ്പിച്ച ഈ ഒരു എമൗണ്ട്. അപ്പോൾ ഈ ഒരു നവംബർ മാസത്തിൽ നമ്മുടെ ആ ഒരു പെൻഷൻ എമൗണ്ടായ 2000 രൂപയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പെൻഡിങ്ങിലുള്ള ആ ഒരു 1600 ചേർത്തിട്ട് 3600 രൂപയായിട്ടാണ് ഈ ഒരു മാസം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നത്. ഈ ഒരു മാസം ഈ ഒരു എമൗണ്ട് എത്തുന്നതോട് കൂടിയിട്ട് ഇതുവരെയും പെൻഡിങ് ഉള്ള എല്ലാ എമൗണ്ടും ഇപ്പോൾ സർക്കാർ തന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ മാസങ്ങളിലും, അതായത് ഡിസംബർ മുതലുള്ള എല്ലാ മാസങ്ങളിലും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ, അതായത് 2000 രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ അതുമാത്രമല്ല ഡിസംബർ മാസത്തെ പെൻഷനും വളരെ പെട്ടെന്ന് എത്തും എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതിനു മുന്നോടി ആയിട്ട് ഈ ഒരു ഡിസംബർ മാസത്തിലെ പെൻഷൻ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് 2000 രൂപയാണ് നിങ്ങളുടെ ആ ഒരു പെൻഷൻ എമൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി തൊട്ടുള്ള എല്ലാ മാസങ്ങളിലും നിങ്ങൾക്ക് 2000 രൂപയായിരിക്കും. ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും പെൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം അർഹത നോക്കിയിട്ട് അർഹതയുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള മാസങ്ങളിൽ ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടും എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആദായ നികുതി അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിൽ ആ ഒരു ലിസ്റ്റ് എടുക്കും. ആരൊക്കെയാണോ പെൻഷൻ വാങ്ങുന്നത് അവരുടെ ആ ഒരു ലിസ്റ്റ് എടുക്കുന്നതാണ്. അതായത് ഈ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ലിസ്റ്റൊക്കെ എടുത്തിട്ട് അവരെയൊക്കെ ഈ ഒരു പദ്ധതിയിൽ നിന്നും പുറത്താക്കും എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസ് അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലിസ്റ്റ് എടുക്കുന്നുണ്ട്. അതായത് 4 ചക്ര വാഹനങ്ങളുള്ളവരെയൊക്കെ കണ്ടെത്തിയിട്ട് അവരെയും ഈ ഒരു പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വരുമാനം, അതായത് നമ്മുടെ വാർഷിക വരുമാനം 1,00,000 എബോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയും ഈ ഒരു പദ്ധതിയിൽ നിന്നും പുറത്താക്കുന്നുണ്ട്. അതായത് വളരെയധികം അർഹത നോക്കിയിട്ട് അർഹതയുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ കൊടുക്കുകയുള്ളൂ. കാരണം നമ്മുടെ പെൻഷൻ 1600 രൂപയായിരുന്നു, അതിപ്പോൾ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 400 രൂപയാണ് ഒറ്റയടിക്ക് അവർ കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു രീതിയിലെ എമൗണ്ട് ആയിരിക്കും അവർക്ക് ഒരു മാസം ഈ ഒരു പെൻഷൻ തുകയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അധികം നല്ല അർഹത നോക്കിയിട്ട് അർഹതയുള്ളവർക്ക് മാത്രമായിരിക്കും ഇനിയുള്ള എല്ലാ മാസങ്ങളിലും ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുള്ളൂ. അപ്പം നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അർഹതയും കാര്യങ്ങളൊക്കെ. ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തുടർന്നുള്ള മാസങ്ങളിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും അവർ ഇനി തൊട്ട് പെൻഷൻ കൊടുക്കുകയുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയും വളരെ പെട്ടെന്ന് തന്നെ എത്തും എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ഇലക്ഷനും കാര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു മാസത്തെ പൈസ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. 2000 രൂപ വെച്ചിട്ടായിരിക്കും ഇനിയുള്ള എല്ലാ മാസങ്ങളും നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി അവരുടെ ആ ഒരു പെൻഷൻ ഏകദേശം 19 മാസത്തോളം ആയിട്ടുണ്ട് മുടങ്ങിയിട്ട്. അപ്പോൾ അവർക്കും ഒരു നല്ലൊരു ഹാപ്പി ന്യൂസ് തരികയാണ്. അതായത് അവർക്ക് ഇനി തൊട്ടുള്ള എല്ലാ മാസങ്ങളിലും ആ ഒരു പെൻഷൻ തുക കൂട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഈ ഒരു 19 മാസത്തെ ഒരുമിച്ച് തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കുറേശ്ശെയായിട്ട് ആ ഒരു മാസത്തെ പെൻഷനും കാര്യങ്ങളും കൂടിയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു എമൗണ്ട് വായ്പ ഇപ്പോൾ സർക്കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു വായ്പ കൂടിയിട്ട് അവർക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടും കൂടിയിട്ട് തന്നു തീർക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഒരുമിച്ച് തരുന്നതായിരിക്കും, ഇല്ലാത്ത പക്ഷം ഓരോ ഗഡുക്കളായിട്ടായിരിക്കും ആ ഒരു എമൗണ്ടും നിങ്ങളുടെ കൈകളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.